നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ഫോളോ ചെയ്യുന്നതെന്നാണ്. ബൈനോമിയലിലും പോസോണിലും നിങ്ങളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിലും കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന പഠിക്കാനുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുന്നു. ലെറ്റ് എക്സ് ഗിവൺ വൈ ഫോളോസ് ജോമെട്രിക് വിത്ത് പാരാമീറ്റർ പി. ഓക്കെ, P1 P2 അങ്ങനെ ഡിഫറെൻ്റ് അല്ല, സെയിം പാരാമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. And x independent of y, then the conditional distribution of x given x plus y equal to n is uniform. ഇതാണ് പഠിക്കാനുള്ളത്. ബൈനോമിയലിൽ നമ്മൾ പഠിച്ചപ്പോൾ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഹൈപ്പർ ജോമെട്രിക് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പോസോണിലായപ്പോൾ അത് ബൈനോമിയലിലോട്ട് ടെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ കേസിൽ ജോമെട്രിക്കിൻ്റെ കേസിലാണെങ്കിൽ അത് ടെൻഡ് ചെയ്യുന്നത് യൂണിഫോമിലോട്ടാണ്. ഓക്കെ, അത് പിന്നെ അതിൻ്റെ PDF കിട്ടുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന് ഒരു വാല്യൂ കൊടുക്കുന്നു ഞാൻ, സം എക്സ് ഈക്വൽ ടു എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ. ദെൻ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ്, ബി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ. സോ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് ഇൻ്റർസെക്ഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ. ഇനി ബൈനോമിയലിലും പോസോണിലും ചെയ്ത സെയിം സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യാണ്. അതിനു വേണ്ടിയിട്ട് എക്സ് ഈക്വൽ ടു എക്സ്, ഇത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് അല്ല, എക്സ് ഉണ്ട്, എക്സ് പ്ലസ് വൈ ഉണ്ട്. എക്സ് എന്ന റാൻഡം വേരിയബിൾ ഉണ്ട്, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഉണ്ട്. എക്സും വൈയും ആയിരുന്നെങ്കിൽ നമുക്കത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് എക്സിൻ്റെ വാല്യൂ എടുത്തിട്ട് നമ്മൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്മോൾ എക്സ് പ്ലസ് വൈ. അപ്പോൾ വൈ ഈക്വൽ ടു ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. വൈ ഈക്വൽ ടു എൻ മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്നിനെ വൈ ഈക്വൽ ടു എൻ മൈനസ് ഈ എക്സ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈക്വൽ ടു എൻ മൈനസ് എക്സ്. ബൈനോമിയലും പോസോണിലൊക്കെ ചെയ്ത പോലെ. ഇനി ഇത് രണ്ടും, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഇത് നമുക്ക് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു എൻ മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. സിൻസ് എക്സ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വൈ. ഓക്കെ, ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ. ഇനി ബൈനോമിയലിലും പോസോണിലും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമുക്കറിയായിരുന്നു, അഡിറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈനോമിയലും പോസോണും അഡിറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രോബിലിറ്റി ഡയറക്റ്റ് അറിയായിരുന്നു. പക്ഷേ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ അഡിറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്. നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അഡിറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ പഠിക്കാതിരുന്നത്. അപ്പോൾ അഡിറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാത്തത് കൊണ്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഡിനോമിനേറ്റർ നമ്മൾ ജസ്റ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, വിച്ച് ഈസ് പ്രോബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എൻ, എക്സും വൈയും കൂട്ടിയ എൻ ആകുന്ന കേസുകളൊക്കെ നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നു. സോ എക്സിന് 0 കൊടുത്തിട്ട് വൈന് എൻ കൊടുത്താൽ എക്സ് പ്ലസ് വൈ എൻ ആകും അല്ലേ? എക്സിന് 0 വൈ എൻ, ദെൻ എക്സ് പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എൻ. അപ്പോൾ 0 എൻ എക്സ് പ്ലസ് വൈ എൻ ആകും. 1 എൻ മൈനസ് 1 എടുത്താലും എക്സ് പ്ലസ് വൈ എൻ ആകും. പിന്നെ 2 എൻ മൈനസ് 2 എടുത്താൽ എക്സ് പ്ലസ് വൈ എൻ ആവും. ലാസ്റ്റ് ടൈം വരിക എക്സിന് എന്നും വൈ 0യും, അപ്പോൾ എൻ പ്ലസ് 0യും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൻ. അപ്പോൾ ഇത്രയും കേസസ് ആണ് ഉണ്ടാകുക. ഇതെല്ലാം ഞാൻ പിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ആണ്. എപ്പോൾ എക്സ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വൈ. അപ്പോൾ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഞാനിതിനെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു എൻ പ്ലസ് probability of x equal to 1 into probability of y equal to n minus 1 plus etc. probability of x equal to n into probability of y equal to 0 എന്ന് എഴുതി. Then probability of x equal to 0, p of x എന്ന് പറയുന്നത് q raised to x into p ആണ് അല്ലേ? p of x എന്ന് പറയുന്നത് q raised to x into p ആണ്. സോ probability of x equal to 0 എന്ന് പറഞ്ഞാൽ xന് 0 കൊടുക്കുക. സോ q raised to 0 into p, that is q raised to 0 into p into പ്രോബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു എൻ. പ്രോബിലിറ്റി ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ റേസ് ടു വൈ ഇൻറ്റു പി. ഓക്കെ, അപ്പോൾ വൈന് എൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ കൊടുക്കുക, ക്യൂ റേസ് ടു എൻ ഇൻറ്റു പി. പ്രോബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു എൻ മീൻസ് ക്യൂ റേസ് ടു എൻ ഇൻറ്റു പി. ഓക്കെ, അതിവിടെ കൊടുക്കുന്നു. പ്രോബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ ക്യൂ റേസ് ടു എൻ ഇൻറ്റു പി. ദെൻ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ക്യൂ റേസ് ടു 1 ഇൻറ്റു പി. ഇവിടെ പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു n മൈനസ് 1 എന്ന് പറയുമ്പോൾ q റേസ് ടു n മൈനസ് 1 ഇൻറ്റു പി പ്ലസ് എക്സെട്ര പ്ലസ് പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു n മീൻസ് q റേസ് ടു n ഇൻറ്റു പി. എക്സിന് പകരം n,
ഇവിടെ y equal to 0 മീൻസ് വൈക്ക് പകരം 0 q raised to 0 into p. ഓക്കെ, അപ്പോൾ ഈ ടൈം എന്തായി മാറി? q raised to 0 q raised to n p into p p square q raised to n p square വന്നു. ഇവിടെ ഈ ടൈം q raised to 1 ഉണ്ട്, q raised to n minus 1 ഉണ്ട്. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ q raised to n തന്നെ കിട്ടി അല്ലേ? 1ഉം -1ഉം ക്യാൻസൽ ആയി പോകും. സോ q raised to n p into p p square plus etc. Last time this is q raised to n and this is q raised to 0. n plus 0 means q raised to n p into p p square. അപ്പോൾ q raised to n p square ആണ് എല്ലാ ടേമും. ഇനി ഇത് എത്ര ടേം ഉണ്ട് എന്നാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ക്യൂവിൻ്റെ പവറിൽ 0 വെച്ചു, 1 വന്നു, 2 വന്നു, ലാസ്റ്റ് n വരെ. ഓക്കെ, n വരെ. ഇപ്പോൾ q raised to 0 മുതൽ സ്റ്റാർട്ട് ചെയ്തു 0 1 2 എക്സെട്ര അപ് ടു n വരെ. അപ്പോൾ എത്ര ടൈംസ് ഉണ്ടാവും? n+1 ടൈംസ്. 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ n+1 ടൈംസ് ഉണ്ടാവും, which is equal to n+1 into q raised to n p square. n+1 into q raised to n p square. അതാണ് probability of x plus y equal to n. Probability of x plus y equal to n, which is equal to n+1 into q raised to n p square. ഓക്കെ, ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ന്യൂമറേറ്ററിൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എക്സ് ഈക്വൽ ടു എക്സ് ആകുമ്പോൾ നമുക്കറിയാം q raised to x into p. പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു n മൈനസ് എക്സ്. ഇവിടെ എന്ത് വരും? q raised to y into p. y എന്ന് പറഞ്ഞാൽ n മൈനസ് എക്സ്. q raised to n മൈനസ് എക്സ് into p. അപ്പോൾ മുകളിൽ q raised to x into p, ഇവിടെ q raised to n മൈനസ് എക്സ് into p. താഴെ നമുക്ക് കിട്ടിയ n+1 q raised to n p സ്ക്വയറും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. q raised to x into p, q raised to n minus x into p divided by n+1 q raised to n p square, which is equal to qൻ്റെ പവർ എടുക്കൂ, x n minus x, x plus n minus x p square അല്ലേ? p into p ഉണ്ട്, p square divided by n+1 q raised to n p square. p സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, p സ്ക്വയറും ക്യാൻസൽ ചെയ്യുന്നുണ്ട്. x മൈനസ് എക്സ് ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് കിട്ടും? q raised to n p square divided by n+1 q raised to n p square. p സ്ക്വയറും ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. ബാക്കി ഈ q raised to n ഉം q raised to n ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി കിട്ടുന്നത് 1/n+1. അപ്പോൾ ഇത് എക്സിനോട്ട് യാതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫുൾ ടൈം. എക്സിനോട് യാതൊരു ബന്ധവുമില്ല, ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് ആണ്. ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് യൂണിഫോം ആയിരിക്കും അല്ലേ? യൂണിഫോമിൻ്റെ നമ്മൾ 1/n എന്നാണ് പഠിച്ചത്. 1/n ആകണമെന്നില്ല, ചിലപ്പോൾ 1/b-a ആയിരിക്കാം, 1/n+1 ആയിരിക്കാം. എന്ത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് കോൺസ്റ്റൻറ്റ് 1/n+1 which follows uniform distribution.